അമ്മേ, ഞാനൊന്ന് വാഷ്റൂം പോയിട്ട് വരാം. അഭിനയെ പറഞ്ഞുകൊണ്ട് എണീറ്റു. അഭിജിത്ത് വസുവിനോട് ക്യാമ്പസ് സ്റ്റോറിയും ചെയർമാൻ പോസ്റ്റിൻ്റെ പവറും ഒക്കെ ചോദിച്ചു. അവൻ വലിയ താല്പര്യമില്ലാതെ ഒക്കത്തിനും മറുപടി പറഞ്ഞു. അതു വിഷ്ണുവർദ്ധനും മനസ്സിലാവുകയും ചെയ്തു. അയാൾ അവനെ നോക്കി ദഹിപ്പിച്ചു. മനു അയാളുടെ കയ്യിൽ കരമമർത്തി. വിടളിയ, മനു ചുണ്ടിൽ വെച്ച് പറഞ്ഞു. വാഷ്റൂമിലെത്തിയ അഭി ഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്ത് കാതിലേക്ക് ചേർത്തു. യാ, ഐ ആം ഹിയർ. കണ്ടു, നല്ല മൊഞ്ചുള്ള ഐറ്റം തന്നെ. പൊന്നു മോളെ, നൈറ്റ് ക്ലബിൽ വരുന്ന ക്യൂട്ട് മുതലൊക്കെ മാറി നിൽക്കും ഇവൻ്റെ മുന്നിൽ. ആളൊരു പുലിയാ കേട്ടോ. ഞാൻ പിന്നെ പാവത്തെ പോലെ അങ്ങ് നിന്നു. ഇവൻ്റെ തന്തയെ ഞാൻ പണ്ടേ കയ്യിലെടുത്തതാ. അങ്ങേർക്ക് ഒറ്റ നിർബന്ധം, ഞാൻ തന്നെ മതി സോപാനത്തിലെ മരുമകളായിട്ടെന്ന്. ലിസൺ ഡിയർ, എൻ്റെ ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്താലും തീരാത്തത്ര പണമാണ് അയാളുടെ കയ്യിൽ. രാകേഷുമായുള്ള ബ്രേക്കപ്പ് തന്നെ ഇതിനു വേണ്ടിയായിരുന്നു. അവൻ പ്രോബ്ലത്തിനൊന്നും വരില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ റിലേഷനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. ആകെ സീനാണ്. ചിലപ്പോൾ അവനെ പഞ്ഞിക്കിടാൻ ഗുണ്ടാ സെറ്റപ്പിനെ വിടാൻ ചാൻസ് ഉണ്ടെന്ന്. കഴിഞ്ഞില്ലേ കഥ. ഓനിപ്പോ എസ്കേപ്പ് ഫ്രം ദുബായ്. യേസ്ഡാ. അല്ലെങ്കിലും അവനൊരു പേടിത്തൊണ്ടനാണെന്ന് നിനക്കറിയില്ലേ. പിന്നെ എനിക്കെന്തോ ആദ്യമുണ്ടായിരുന്ന ഒരു ത്രില്ലങ്ങ് പോയി. ഇതിപ്പോ അവനേക്കാൾ മിടുക്കനാ. നീ ഒന്ന് കാണണം മോളെ. കവളും ചുണ്ടുമൊക്കെ നല്ല കാശ്മീർ ആപ്പിൾ പോലെ. ഞാനപ്പം തന്നെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞാനിവനെ തന്നെ അങ്ങ് കെട്ടാൻ തീരുമാനിച്ചു. രാത്രി ചാറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്യണം. ഇനി എങ്ങനെയും ദേവൻ്റെ ഉള്ളിൽ ഒരു തീയായി പടരണം. അവൻ്റെ ഉറക്കം കളയണം. അതിനുള്ള മരുന്ന് കൊടുത്തിട്ടേ ഞാനിവിടുന്ന് ഇറങ്ങൂ. ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ടതും അവൾ പതിയെ പറഞ്ഞു, ഓക്കെ ഡിയർ, ആരോ വരുന്നുണ്ട്. ഫോൺ കട്ടാക്കി കയ്യിലൊതുക്കി അവൾ കണ്ണാടിയിലൊന്ന് നോക്കി. എൻ്റെ അഭി, നീ ഒരു സംഭവം തന്നെ. കീപ് ഇറ്റ് അപ്പ്. ഡോർ തുറന്ന ജെന്നി അഭിയെ കണ്ടതും ഒന്ന് നിന്നു. ഈ പിശാശ് ഇതുവരെ ഇറങ്ങിയില്ലേ? ഇവളെന്താ കുളിക്കുമായിരുന്നോ? നിനക്ക് എൻ്റെ ദേവേട്ടനെ തന്നെ വേണോ അല്ലേ? ശരിയാക്കി തരാം. ജെന്നി ഒന്നും അറിയാത്ത ഭാവത്തിൽ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. ആ അങ്കിൾ, സുഖാണോ? ഞങ്ങൾ പുറത്താ അങ്കിൾ. അവൾ അഭിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അഭി മുഖം കഴുകി തിരിയുന്നത് നോക്കി നിൽക്കുകയാണ് ജെന്നി. ജെന്നി അടുത്ത ടാപ്പിൽ പിടിമുറുക്കി. അഭി തിരിഞ്ഞതും ജെന്നി ടാപ്പ് പിരിച്ചു പൊട്ടിച്ചു. വെള്ളം ചീറ്റിയതും ജെന്നി എതിർവശത്തേക്ക് ചാടി. ശബ്ദം കേട്ട് തിരിഞ്ഞ അഭിയെ മൊത്തത്തിൽ നനച്ചുകൊണ്ട് വെള്ളം ഒഴുകിയിറങ്ങി. ഓ ഷിറ്റ്! എന്താടോ കാണിച്ചത്? ഞാനെന്ത് കാണിച്ചെന്നാ? താൻ കണ്ടില്ലേ, ടാപ്പ് തനിയെ പൊട്ടിയതാ. വെള്ളം ചീറ്റിയപ്പോ താനല്ലേ ഇങ്ങോട്ടേക്ക് നീങ്ങിയത്? അത് ഞാൻ എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞതാ. എന്തായാലും താൻ മുഴുവൻ നനഞ്ഞല്ലോ. പോക്കറ്റിൽ കിടന്ന് ഫോൺ റിങ് ചെയ്തതും ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് ജെന്നി ഉള്ളിൽ ചിരിയടക്കി പുറത്തേക്കിറങ്ങി. അഭി കണ്ണാടിയിലേക്ക് നോക്കി. ഷിറ്റ്, ഇതിപ്പോൾ ആകെ നാണക്കേടാകുമല്ലോ. ഈ കോലത്തിൽ എങ്ങനെ ദേവന്റെ മുന്നിൽ ചെന്ന് നിൽക്കും? ഏത് നേരത്താണോ ഇവിടേക്ക് വന്ന് ഫോൺ ചെയ്യാൻ തോന്നിയത്? ജെന്നി ചെല്ലുമ്പോൾ ബിൽ സെറ്റിൽ ചെയ്ത് അവളെ കാത്തു നിൽക്കുന്ന പേരൻസിനെ കണ്ട് ഉള്ളിൽ നിറഞ്ഞ ചിരിയോടെ അവൾ വസുദേവനെ നോക്കി. പാവം. അവൻ നിവർന്നു നോക്കും മുന്നേ അവൾ തല കുനിച്ച് നടന്നു. അവൾ പോയി കുറച്ചു കഴിഞ്ഞ് അനിത വാഷ്റൂം ഏരിയയിലേക്ക് എത്തി നോക്കി. അഭി എന്താ ലേറ്റാകുന്നത്? എന്താ അനിതേ? അല്ല, മോള് പോയിട്ട് ഇതുവരെ കണ്ടില്ല, അതാ നോക്കിയത്. ആ, അത് ശരിയാണല്ലോ. അനിത ഒന്ന് പോയി നോക്കിയിട്ട് വാ. ആ ശരിയാ, ഞാനൊന്ന് പോയിട്ട് വരാം. അങ്കിൾ, എനിക്കിവിടെ എന്നിട്ട് ശ്വാസം മുട്ടുന്നു. വാ പോകാം. എവിടേക്ക്? നിന്റെ അച്ഛൻ്റെ സ്വഭാവം അറിയാലോ. കുറച്ച് സമയം കൂടി വെറുതെ ഇരുന്ന് കൊടുക്ക്. വീട്ടിൽ ചെന്നിട്ട് നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാൽ മതി. ഞാനുണ്ട് കൂടെ. ടെൻഷൻ വിട്. മനു കാതിൽ പറഞ്ഞതും അവൻ സമാധാനിച്ചു. വാഷ്റൂമിൽ പോയി വന്ന അനിത അവിടെയുള്ള മാനേജരോടും സ്റ്റാഫിനോടും
തട്ടിക്കയറുന്നത് കേട്ടാണ് അവൻ തല ഉയർത്തി നോക്കിയത്. കാര്യമറിയാതെ എല്ലാവരും അവരുടെ അടുത്തേക്ക് നടന്നു. അനു, അശോക് കടുപ്പത്തിൽ വിളിച്ചു. എന്തായത്? അതേട്ടാ, നമ്മുടെ മോൾ വാഷ്റൂമിൽ ടാപ്പ് പൊട്ടി ശരീരം മുഴുവൻ നനഞ്ഞു കുതിർന്ന് നിൽക്കുക. വാട്ട്? അതേ ഏട്ടാ, ഇവരൊക്കെ എന്താ വിചാരിച്ചു വച്ചേക്കുന്നേ? കേട്ടയുടൻ വിഷ്ണുവർദ്ധൻ മാനേജരോട് തട്ടിക്കയറി. സർ, സംഭവിച്ചതെന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല സർ. ആ കുട്ടിയെ ഒന്ന് വിളിക്കൂ. ഉണ്ടായതെന്തായാലും ചോദിച്ചു മനസ്സിലാക്കാമല്ലോ. എന്ത് മനസ്സിലാക്കാൻ? അമ്മേ, ഇവിടെ വന്ന് തർക്കിച്ച എൻ്റെ പ്രോബ്ലം സോൾവ് ആകുമോ? ആ സ്വരം കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി. നനഞ്ഞ കോഴിയെപ്പോലെ നിൽക്കുന്ന അഭിയെ കണ്ടതും വസുവിൻ്റെ ഉള്ളിൽ ചിരി പൊട്ടി. നാണക്കേടുകൊണ്ട് അവൾക്കവനെ നോക്കാൻ പോലും കഴിഞ്ഞില്ല. അച്ഛാ, വാ പോകാം. അവൾ നടക്കുന്ന വഴിയെ വെള്ളത്തുള്ളി അനുഗമിക്കുന്ന കണ്ട് അവൻ വാ പൊതിഞ്ഞു പിടിച്ചു. കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണോ നിങ്ങളുടെ സർവീസ്? ഇതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും. നോക്കിക്കോ. എൻ്റെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് മൊമെൻറ്റ് നിങ്ങൾ കാരണം എവിടെയും എത്താണ്ടായത്. വിഷ്ണുവർദ്ധൻ സ്റ്റാഫുകളുടെ നേർക്ക് ചീറി. വസുന്ധര അനിതയ്ക്ക് പിന്നാലെ പാഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും കാറിൽ കയറി കഴിഞ്ഞിരുന്നു. മോളെ, അവർ അഭയെ നോക്കി. കത്തുന്ന ദേഷ്യവും നാണക്കേടും മറച്ച് അവൾ ചിരിച്ചു. സാരമില്ലമ്മേ, ഇനി ഒരു ദിവസം കൂടാ. വസുന്ധരയ്ക്ക് സമാധാനം തോന്നി. അവരോട് യാത്ര പറഞ്ഞ് അശോക് കാർ തിരിച്ചു. അവർ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ദേഷ്യത്തോടെ കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ പുറത്തേക്ക് വരുന്ന വിഷ്ണുവർദ്ധനെ കണ്ട് അവർ നിന്നു. എൻ്റെ മഹാദേവ, ഇന്നിനി ഇത് മതി, അവർ വേവലാതിയോടെ ഉള്ളിൽ പറഞ്ഞു. പിന്നാലെ എത്തിയ വസുവും വൈശുവും മനുവും. അയാൾ കാർ എടുക്കാൻ പോയതും വസു, അമ്മേ, അമ്മ കൂടി അറിഞ്ഞിട്ടാണോ ഈ പ്രഹസനം? അവരുടെ കണ്ണു ചുരുങ്ങി. അമ്മേ, ഞാൻ ഇപ്പോഴേ പറയാം, എനിക്ക് ഈ കല്യാണം വേണ്ട. അവർ ഞെട്ടി. ആരെന്ത് പറഞ്ഞാലും ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല. അച്ഛനോട് പറഞ്ഞേക്ക്, ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് അടിച്ചേൽപ്പിച്ചതുപോലെയല്ല ഇതെന്ന്. മനസ്സിന് ഇഷ്ടമില്ലാത്ത പെണ്ണിനെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുതെന്ന്. മോനെ, അവർ ദയനീയമായി നോക്കി. വേണ്ട, ഇക്കാര്യത്തിൽ എന്നെ കണ്ണീരും കൊണ്ട് സ്വാധീനിക്കാൻ അമ്മയും ശ്രമിക്കരുത്. അച്ഛൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഇന്ന് വരെ ജീവിച്ചത്. പക്ഷെ ഇത് പറ്റില്ലമ്മേ. എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമായോ ഇല്ലയോ എന്ന് പോലും അറിയാതെ മൂകാംബികയിൽ വെച്ച് വിവാഹം എന്ന് പോലും അച്ഛൻ തീരുമാനിച്ചു. അച്ഛനല്ല, ഞാനാ ജീവിക്കേണ്ടത്. അയാൾ കാർ എടുത്ത് വരുന്നത് കണ്ടതും അവൻ നിർത്തി. ചേച്ചി, ഇക്കാര്യത്തിൽ ഞാനും കണ്ണനൊപ്പമാണ്. ഒരു പരിധിയുണ്ട് എല്ലാറ്റിനും. തിരിച്ചുള്ള യാത്രയിൽ എല്ലാവരും മൗനമായിരുന്നു. വീട്ടിലെത്തിയതും വിഷ്ണു വസുവിനെ നോക്കി. ദേവാ, നീയൊന്നും പറഞ്ഞില്ലല്ലോ. അഭി നല്ല കുട്ടിയാ, നിനക്ക് നന്നായി ചേരും. നിന്റെ കോഴ്സ് കഴിഞ്ഞ് നിശ്ചയം നടത്താം. പിന്നെ നീ എന്തെങ്കിലും ചെയ്ത് സമയം കളയണ്ട. നമ്മുടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്തോ. അശോകിൻ്റെ മോനെ കണ്ടില്ലേ, ഇപ്പോഴേ ബിസിനസ്സിൽ സൂപ്പർ ഐഡിയാസാണ്. നിനക്കത്ര പറ്റില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ചെയ്യുന്നതൊക്കെ കണ്ട് പഠിച്ചു നിൽക്ക്. നിന്റെ കഴിവ് നീ തെളിയിക്ക്. പിന്നെ ബാക്കി. അപ്പോഴേക്ക് അഭിയുടെ പഠിത്തവും കഴിയും. അപ്പം നമുക്ക് മാരേജ് നടത്താം. അവൾ നമുക്കൊരസറ്റാണ്. ഇപ്പം തന്നെ ബിസിനസ്സിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അശോകിൻ്റെ സക്സസിൻ്റെ രഹസ്യം അതാണ്. എൻ്റെയും അശോകിൻ്റെയും ബന്ധം ദൃഢമാകുന്നതോടെ ബിസിനസ്സിൽ ഞങ്ങളെ വെല്ലാൻ മറ്റാരുമില്ല. അയാൾ ഉറക്കെ ചിരിച്ചു. ദി ഗ്രേറ്റ് ബിസിനസ് മാൻ ഓഫ് ദി ഇയർ, വിഷ്ണുവർദ്ധൻ, സോപാനം ഇൻഡസ്ട്രീസ്. വസു ദേഷ്യത്തോടെ കൈകൾ ചുരുട്ടി. മതി, വിജയം കൊണ്ടുള്ള ഭ്രാന്ത്. എപ്പോഴും അച്ഛൻ ഇങ്ങനെയുള്ള ചിന്തകൾ മാത്രമല്ലേ ഉള്ളൂ? അച്ഛന് ബിസിനസ് എന്നല്ലാതെ മറ്റെന്തെങ്കിലും ചിന്തയുണ്ടോ? അമ്മയെ പറ്റിയോ എന്നെ പറ്റിയോ? എന്തിന്? ദേ, വളർന്നു വരുന്ന ഈ കൊച്ചിനെ പറ്റിയോ? അയാളുടെ മുഖം ഇരുണ്ടു. നീ എന്താ പറഞ്ഞത്? എനിക്ക് നിങ്ങളെപ്പറ്റി ചിന്തയില്ലെന്നോ? എനിക്ക് പിന്നെ എന്താടാ ചിന്ത? നിനക്കൊക്കെ എന്തിൻ്റെ കുറവാ ഇവിടെ? കുറവ് എന്താണെന്ന് അറിയണോ?
അമ്മയ്ക്ക് ഒരു ഭർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പരിചരണത്തിൻ്റെ കുറവ്, എനിക്കും ഇവൾക്കും ഒരച്ഛൻ്റെ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ കുറവ്. പണം വാരിക്കൂട്ടാൻ അച്ഛൻ നെട്ടോട്ട് ഓടുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് അതൊന്നും ആയിരുന്നില്ല. വലിയൊരു ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ ഇവിടെ. ഇന്ന് വരെ ഒരു നേരമെങ്കിലും നമ്മൾ സന്തോഷത്തോടെ ഒന്നിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷണം എന്താണെന്ന് അച്ഛൻ അറിയോ? ഇത്രയും വർഷമായിട്ട് എൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അച്ഛൻ അറിയോ? അതെങ്ങനെ? എന്നോട് ഒരു മിനിറ്റ് സംസാരിച്ചാലല്ലേ അതൊക്കെ അറിയൂ. MBBS എടുക്കാൻ ആഗ്രഹിച്ച എനിക്ക് എൻട്രൻസ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ചേർത്തതോ ബിസിനസ് പഠിക്കാൻ. ശരി, അച്ഛൻ്റെ ഇഷ്ടമല്ലേ എന്ന് കരുതി എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് കൂടി പഠിച്ചു. അതുപോലല്ലിത്. എനിക്ക് ഈ വിവാഹം ഇഷ്ടമല്ല. ആ കുട്ടിയോട് അങ്ങനെ ഒരു ഫീലിങ്സ് എനിക്ക് തോന്നിയില്ല. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. എനിക്ക് ഈ വിവാഹം വേണ്ട. അച്ഛൻ്റെ ബിസിനസ്സും എൻ്റെ ജീവിതവും കൂട്ടിക്കുഴയ്ക്കരുത്. ഇനിയും ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി ചത്തുപോകും. ഇതിന് മാത്രം എന്നെ നിർബന്ധിക്കരുത്. അവൻ കൈകൾ തൊഴുതു പിടിച്ചു. അയാൾ ഒന്നും മിണ്ടിയില്ല. അളിയ, പ്ലീസ്, ഇക്കാര്യത്തിൽ കണ്ണനെ നിർബന്ധിക്കരുത്. മനു, നീ ഇതിൽ ഇടപെടരുത്. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. ഇടപെടും, അങ്കിൾ ഇടപെടും. എനിക്കും ഇവൾക്കും ഒരച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും പകർന്നു തന്ന് നെഞ്ചിലുറക്കിയത് അങ്കിളാണ്. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാത്ത പലതും ചെയ്തു തന്നത് അങ്കിളാണ്. അങ്കിളില്ലായിരുന്നെങ്കിൽ അച്ഛൻ എന്ന് പറയുന്ന ആൾ എൻ്റെ അച്ഛനെ പോലെ പട്ടാളച്ചിട്ട പാലിക്കുന്നവരാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചേനെ. എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ മറ്റാരേക്കാളും യോഗ്യത എൻ്റെ അങ്കിളിന് തന്നെയാണ്, അവൻ ഉറപ്പിച്ചു പറഞ്ഞു. ദേവാ! അതൊരലർച്ചയായിരുന്നു. വസുന്ധര ഞടുങ്ങി. വൈശു ഞെട്ടിവിറച്ചു. നാളെയല്ല നിന്റെ വിവാഹം. ഈ സോപാന വീട്ടിലെ മരുമകളാകാൻ യോഗ്യത അഭിക്ക് മാത്രമാണ്. അതിൽ ഒരു മാറ്റവുമില്ല. മാറ്റം വരുത്തണമെന്ന് നീ ആഗ്രഹിച്ചാൽ പോലും അത് നടക്കില്ല. നടത്തിക്കില്ല ഞാൻ. നീ പറഞ്ഞതൊക്കെയും നിന്റെ വിവരക്കേട് മാത്രം. പണം ഇല്ലെങ്കിൽ ഈ ലോകത്തിന് മുന്നിൽ ഇഴഞ്ഞു നടക്കുന്ന പുഴുവിൻ്റെ ഗതിയാണ് ഓരോ മനുഷ്യനും. പണം, അതാണ് നമ്മുടെ സ്റ്റാറ്റസ്. എവിടെയും നമുക്ക് കിട്ടുന്ന മര്യാദ, ആദരവ്, ബഹുമാനം, അതൊക്കെ എന്തിൻ്റെ പേരിലാ? പണത്തിൻ്റെ മാത്രം. അത് നീ തിരിച്ചറിയും. നീ അത് വിട്. സില്ലി കാര്യങ്ങളിൽ വേസ്റ്റ് ചെയ്യാൻ എനിക്ക് ടൈമില്ല. ഞാൻ പറയും, നീ അനുസരിക്കും. ഇതെൻ്റെ തീരുമാനമാണ്. നിന്റെ അങ്കിളിനെ പോലെ ഉള്ള ജീവിതം നീറി നീറ്റി കഴിയാനാണ് നിന്റെയും തീരുമാനമെങ്കിൽ വച്ചേക്കില്ല ഞാൻ ഈ ഭൂമിക്ക് മുകളിൽ. അയാളുടെ കണ്ണുകൾ ചുവന്നു. അയാൾ കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് പാഞ്ഞു. വസുന്ധര കണ്ണീരോടെ അവരെ നോക്കി. സാരി തലപ്പോണ്ട് വാപുത്തി അവർ അയാൾക്ക് പിന്നാലെ പോയി. സാരമില്ല കണ്ണ, നീ വാ. മനു അയാളെ തോളോട് ചേർത്ത് പിടിച്ചു. ഏട്ടാ! വൈശു ഓടി വന്നവനെ ചുറ്റിപ്പിടിച്ചു. ഒന്നുമില്ലടാ, അച്ഛനെ പറ്റി മോൾക്ക് അറിയുന്നതല്ലേ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആ രണ്ട് മക്കളെയും മനു തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു.